ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളതെന്നും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC വിഭാഗം ഓൺലൈൻ പോർട്ടലുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് NICSI പ്രോജക്റ്റിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡെവലപ്പർ സിസ്റ്റം ഡാറ്റാബേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. BTech CS അല്ലെങ്കിൽ IT അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ CS ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ 2 മുതൽ 4 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 4-നകം ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം VHSC വിംഗ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം 4-ാം നില ഹൗസിംഗ് ബോർഡ് കെട്ടിടം ശാന്തിനഗർ തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ ബയോഡേറ്റ അയക്കേണ്ടതാണ്. അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളായ ഗവൺമെൻറ് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിലേക്ക് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത നഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ അംഗീകരിച്ച GNM നഴ്സിംഗ് ആണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. അഭിമുഖവും അസൽ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയും മാർച്ച് 4-ന് രാവിലെ 10 മണിക്ക് പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രി 2-ാം നിലയിൽ നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ രാവിലെ 10-നകം എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ തന്നെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ബിരുദധാരികളും കമ്പ്യൂട്ടറിൽ പ്രാവീണ്യമുള്ളവരും മലയാളം ടൈപ്പിംഗ് അറിവുള്ളവരും നിശ്ചിത പ്രായപരിധി ഉള്ളവരും മാർച്ച് 2-ന് രാവിലെ 11 മണിക്ക് മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലാ ഓഫീസിൽ ക്ലർക്ക് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. SSLCയും പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം മാർച്ച് 1-ന് രാവിലെ 10:30-ന് സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയിൽ പെരിന്തൽമണ്ണ ഡേ കെയർ യൂണിറ്റിലേക്ക് സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നുണ്ട്. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് രജിസ്ട്രേഷനും സൈക്യാട്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അഭിമുഖം മാർച്ച് 2-ന് രാവിലെ 10:30-ന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോട്ടായി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിൽ കരാർ നിയമനത്തിന് മാർച്ച് 2-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. യോഗ്യതയുള്ളവർ മതിയായ രേഖകൾ സഹിതം നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 21 മുതൽ 35 വയസ്സ് വരെയാണ്. പരിശീലന കാലാവധി 2 വർഷമാണ്. അപ്രന്റീസ് നഴ്സ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കോഴ്സാണ്. ഹോണറേറിയം 18,000 മുതൽ 15,000 രൂപ വരെയാണ് ലഭിക്കുക. BSc നഴ്സിംഗ് യോഗ്യതയുള്ളവരെ പൂർണ്ണമായി പരിഗണിച്ച ശേഷമേ ജനറൽ നഴ്സിംഗ് വിഭാഗക്കാരെ പരിഗണിക്കുകയുള്ളൂ. അടുത്തത് പാരാമെഡിക്കൽ അപ്രന്റീസ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച മെഡിക്കൽ കോഴ്സുകൾ പാസ്സായിരിക്കണം. ഹോണറേറിയം 12,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ 670003 എന്ന വിലാസത്തിൽ മാർച്ച് 5-ന് വൈകിട്ട് 5-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, വാച്ച്മാൻ വിഭാഗം ജീവനക്കാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 50 വയസ്സിൽ താഴെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും സഹിതം മാർച്ച് 2-ന് 10 മണിക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് 1-ന് വെള്ളിയാഴ്ച ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലാണ്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും MLT അല്ലെങ്കിൽ DMLT പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഉള്ളവർക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഡിപ്ലോമക്കാർക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 21,000 രൂപയാണ് ലഭിക്കുക. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കാലാവധി 6 മാസമാണ്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ B.Pharm അല്ലെങ്കിൽ D.Pharm ഉണ്ടായിരിക്കണം. പ്രതിദിന വേതനം 550 രൂപയാണ്. കാലാവധി 6 മാസമാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.